ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ചൂടൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ ഇപ്പൊ ചൂട് കുറച്ച് കുറവുണ്ട് കേട്ടോ. കുഴപ്പമില്ല. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഇതുവരെയുള്ള ജേർണീസിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണം. അപ്പോ ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒക്കെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തൊക്കെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളൊരു കിടുക്കാച്ചി വെറൈറ്റി ഐറ്റം ആയിട്ട്, ഒരു സിമ്പിൾ ഐറ്റമാണ്, സിമ്പിൾ ആൻഡ് പവർഫുൾ ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫ്രഷ് ജ്യൂസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫ്രഷ് ജ്യൂസ് എന്ന് വെച്ചാൽ അതിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് വളരെ പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് വന്നാലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിവിടെ ഈ ഗ്രേപ്സ് വെച്ചിട്ടാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രേപ്സ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ആ മഞ്ഞൾപ്പൊടിയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ട് കുറച്ച് നല്ല വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേപ്സ് ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഒരു 2-3 ഐറ്റംസ്, അതായത് ഞാനൊരു പ്രധാനപ്പെട്ട രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഈ ഗ്രേപ്സ് എന്ന് വെച്ചാൽ നല്ല മധുരമുണ്ട്, എന്നാൽ പുളിയും ഇല്ല, അതുപോലെ കുരുവും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഗ്രേപ്സ് വേണം നമ്മൾ ജ്യൂസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ ഗ്രേപ്സ് മാത്രം ഇടുക. ഗ്രേപ്സ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് വൃത്തിയാക്കി എടുക്കുക. അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ തൊലിയൊന്നും ഇതൊന്നുള്ള കയ്പൊന്നുമുള്ള തൊലിയോ കട്ടിയുള്ള തൊലിയൊന്നുമല്ല, തൊലിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ വേവിക്കോ എടുക്കുകയോ ഒന്നും ചെയ്യണ്ട, പുളിയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള നല്ല പാല് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് ഓപ്ഷണലായിട്ട് മിക്സഡ് ഫ്രൂട്ട്സിന്റെ ഒരു സിബപ്പായിരുന്നു, അപ്പം ഞാൻ അതും കൂടി ഇട്ടു കേട്ടോ. പിന്നെ നമ്മളിവിടെ നമ്മൾ ജ്യൂസിലൊന്നും ഷുഗറൊന്നും കഴിക്കില്ല. നന്നായിട്ടത് ക്രഷ് ചെയ്ത് അടിച്ച് വൃത്തിയാക്കി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പകർന്ന് ഒഴിച്ചു. എൻ്റെ പൊന്നു മക്കളെ, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് വലിയ കൈപ്പണി അരിയോ എടുക്കോ ഒന്നും വേണ്ട. ആ മുന്തിരിക്കൊലയിൽ നിന്നും അങ്ങോട്ട് ഇറുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് ക്ലീൻ ആക്കേണ്ട ഒരു പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പാൽ ഒഴിച്ച് അടിച്ചിങ്ങ് എടുത്താൽ അടിപൊളി ജ്യൂസാണ്. നമ്മൾ ഈ ടെൻഡർ കോക്കനട്ട് ജ്യൂസ് കുടിക്കുന്ന, അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക് കുടിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓപ്ഷനിലാണ് കസ്കസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, വേറെ ലെവലാണ്. ഇപ്പം നോമ്പിന് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ വെറൈറ്റി ജ്യൂസസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അത്രയും ഡിഷസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. ഒന്നാമത് നോമ്പല്ലേ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷമിക്കണം. ഇനി നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോസിൽ നമുക്ക് വെറൈറ്റി ജ്യൂസസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, എനിക്ക് സത്യം പറഞ്ഞാൽ ദൂരെ നോക്കിയപ്പോൾ ഇത് പാറ്റ ഇരിക്കുന്ന പോലെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞാനൊരു മുന്തിരിങ്ങ കൊണ്ട് ഒരു ഡെക്കറേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ ജ്യൂസിൽ ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളി ആയിട്ടാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഈ ചൂട് സമയത്ത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തണുക്കും, അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്സ് ആണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇൻസ്പിറേഷൻ. അപ്പോൾ അടുത്ത നല്ല കിണങ്കാച്ചിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ അമൃസും കൂടി വരുന്നതായിരിക്കും. അമൃസിന് മുന്തിരിങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമൃസ് മുന്തിരിങ്ങയുടെ ആളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.